ഞാൻ കഴിഞ്ഞ ദിവസം വരെയും വിശ്വസിച്ചിരുന്നത് BJP-ക്കാർ സത്യം പറയാറില്ല എന്നായിരുന്നു. നിങ്ങൾ പലരും അങ്ങനെ ആയിരിക്കും വിശ്വസിച്ചിട്ടുണ്ടാവുക. എന്തായാലും എന്റെ വിശ്വാസം കഴിഞ്ഞ ദിവസം തകർന്നു. അത് തകർത്തത് ശോഭാ സുരേന്ദ്രനാണ്. അവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുമായി സംസാരിക്കുന്ന സമയത്ത് ഒരു സത്യം പറഞ്ഞു കളഞ്ഞു. ആ സത്യം എന്താണെന്ന് ചോദിച്ചാല്, ഞങ്ങളുടെ ഒന്നും അത്ര തൊലിക്കട്ടി സുരേഷ് ഗോപിക്ക് ഉണ്ടാകില്ല എന്നാണ്. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടൊരു വിവാദം നടക്കുന്നുണ്ട്. തൃശൂരിൽ വോട്ടുകൊള്ള നടന്നു എന്നും വ്യാജ വോട്ടുകൾ ചേർത്താണ് അദ്ദേഹം വിജയിച്ചതെന്നൊക്കെയുള്ള ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിനിടയിലാണ് ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യം പറയുന്നത്. അത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സത്യമായും വളരെ ഖേദം തോന്നി. BJP-ക്കാർ സത്യം പറയാറില്ല എന്ന എന്റെ ധാരണ തെറ്റാണല്ലോ എന്നതിലാണ് ഖേദം തോന്നിയത്. ഈ പറഞ്ഞത് 100% സത്യമാണ്. ശോഭാ സുരേന്ദ്രന്റെ തൊലിക്കട്ടി അപാരമാണ്. ഞാനത് പറയാനുള്ള കാരണം, കഴിഞ്ഞ UPA സർക്കാരിന്റെ അഥവാ മോഡി സർക്കാർ 2014 അധികാരത്തിലിരുന്നതിന് മുമ്പ് UPA സർക്കാരാണ് ഭരണത്തിലുണ്ടായിരുന്നത്. അവരുടെ ഭരണകാലത്ത് പാചകവാതകത്തിന് നേരിയ വിലവർധനയുണ്ടായ സമയത്ത് ശോഭാ സുരേന്ദ്രൻ വീട്ടുവേഷത്തിൽ വന്ന് അടുക്കളയിൽ നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. വളരെ സങ്കടപ്പെട്ട് പാചകവാതകത്തിന് വില വർദ്ധിക്കുകയാണെങ്കിൽ വീട്ടുകാരികൾ കുടുംബിനികൾ പ്രയാസപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ കാലം മാറി, മോഡി സർക്കാർ അധികാരത്തിൽ വന്നു. പാചകവാതകത്തിന് കുത്തനെ വില വർദ്ധിച്ചു. അങ്ങനെ വില വർദ്ധിച്ച സമയത്ത് ശോഭാ സുരേന്ദ്രൻ വീണ്ടും വന്ന് അതിനെ ന്യായീകരിക്കുന്നത്, മാധ്യമങ്ങളുടെ മുമ്പിൽ ന്യായീകരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് തന്നെ വിചാരിച്ചതാണ് ഈ തൊലിക്കട്ടി അപാരമാണ് എന്ന്. പക്ഷെ അവരിങ്ങനെ തുറന്നു പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി രണ്ടാമതൊരു സന്ദർഭമുണ്ട്. അത് ഒരു ചാനൽ ചർച്ചയാണ്. ആ ചർച്ചയിൽ ഇന്നത്തെ CPM-ന്റെ MP, DYFIയുടെ നേതാവായിരുന്ന റഹീമാണ് ചർച്ചയിൽ ഉണ്ടായിരുന്നത്. ചർച്ചയിൽ റഹീം ശോഭാ സുരേന്ദ്രനോട് ചോദിക്കുന്നു കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ച്. കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ചുള്ള ചോദ്യത്തിന് വളരെ രോഷാകുലയാണ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റ് അറിയില്ലെങ്കിൽ റഹീം പോയി പാർട്ടിക്കാരോട് ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഉത്തരമില്ലാതെ ബാലിശമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ ചർച്ചയിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകുന്നത്. അത് ഫോൺ വഴിയാണ് സംസാരിച്ചത്. അവർ ഫോൺ കട്ട് ചെയ്ത് പോവുകയാണ്, കോൾ കട്ട് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. ഞാനത് കേട്ടപ്പോൾ വിചാരിച്ചത് ഇനി ഒരിക്കലും അവർ ചാനൽ ചർച്ചയിലേക്ക് വരില്ല എന്നാണ്. കാരണം അത്രയേറെ നാണം കെട്ടാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. അവർ ഫോൺ കട്ട് ചെയ്തു പോകുന്നതെന്ന് വ്യക്തമാണ്. കാരണം അവർക്ക് കൺകറന്റ് ലിസ്റ്റ് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ അവർ പിന്നെയും ചാനൽ ചർച്ചയിൽ വന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ തരത്തിലുള്ള ഏതെങ്കിലും ഒരു നാണക്കേടൊന്നും തന്നെ ബാധിക്കില്ല എന്ന രീതിയിൽ ഒരു കൂസലുമില്ലാതെ അവർ വീണ്ടും ചർച്ചയിൽ വന്നു. അങ്ങനെ വരികയും അവർ വീണ്ടും BJP-ക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തു. അങ്ങനെ BJPയുടെ നേതാവ് BJP-ക്ക് വേണ്ടി തന്നെയാണ് വാദിക്കുന്നത്. പക്ഷെ എത്രയേറെ നാണം കെട്ടിട്ടാണെങ്കിൽ പോലും ഇത്തരം അവസരങ്ങൾ കടന്നു പോവുകയും വീണ്ടും വീണ്ടും വന്നത് എങ്ങനെ സംസാരിക്കുകയും കാണുന്ന സമയത്ത് എല്ലാവർക്കും ബോധ്യമാവുന്ന കാര്യമാണ് തീർച്ചയായും ഇവർക്കൊക്കെ അപാരമായ തൊലിക്കട്ടിയുണ്ട് എന്ന്. അത് ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല രാഷ്ട്രീയ നേതാക്കളുടെ കാര്യത്തിലും പറയാം. പക്ഷെ അവർ ഈ സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. പക്ഷെ ഒരു കാര്യം ഇതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട്. സംഖ്യകളിൽ തൊലിക്കട്ടി കൂടിയ ഇനമോ കുറഞ്ഞ ഇനമോ എന്ന വർഗീകരണമില്ല. എല്ലാവരും തൊലിക്കട്ടി കൂടിയ ഇനമാണ്. ഏത് കള്ളവും സത്യമെന്ന രീതിയിൽ പറയാൻ കഴിയുന്ന ആളുകളാണ്. അതിന് മിടുക്കും ബിരുദമുള്ള ആളുകളാണ്. അവർ എല്ലാവരും ഒരേ പ്രത്യയശാസ്ത്രത്തെയാണ് പിന്തുടരുന്നത്. അവരിൽ തീവ്രത കുറഞ്ഞവരെന്നോ തീവ്രത കൂടിയവരെന്നോ ഇല്ല. എല്ലാവരും തുല്യമായ വിഷമാണ് പങ്കിടുന്നത്. തുല്യമായ വർഗീയതയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയത പ്രചരിപ്പിക്കുന്നതിൽ അവരെല്ലാവരും ഒറ്റ കരളായി ഒറ്റ മെയ്യായാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അവരിൽ നല്ലവരുണ്ട്, അവരിൽ മോശക്കാരുണ്ട് എന്നുള്ളതല്ല. അവരിൽ തീവ്ര ചിന്താഗതിയുള്ള ആളുകളുണ്ട്, അവരിൽ കുറഞ്ഞ രീതിയിൽ മാത്രം നോർമലായി മാത്രം ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്ന് ചിന്തിക്കുകയേ വയ്യ. എല്ലാവരും സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന, ആ ആശയത്തെ പങ്കിടുന്ന ഏതൊരാളും തുല്യമായ അളവിൽ തന്നെ വർഗീയത പറയുന്ന, കളവ് പ്രചരിപ്പിക്കുന്ന, വ്യാജം പ്രചരിപ്പിക്കുന്ന ഒരേ തൊലിക്കട്ടി പങ്കിടുന്ന ആളുകളാണ് എന്നതൊരു വസ്തുതയാണ്.